നമസ്കാരം. ദളപതി ചിത്രം ജനനായകൻ എങ്ങനെ എന്ത് പൊളിറ്റിക്സ് ആണ് ജനനായകൻ പങ്കുവച്ചത്? തിരഞ്ഞെടുപ്പിന് മുമ്പ് ഈ സിനിമ ഇറങ്ങിയിരുന്നുവെങ്കിൽ വിജയ്ക്ക് അത് നേട്ടമാകുമായിരുന്നോ കോട്ടമാകുമായിരുന്നോ? ആ സിനിമയെ എന്തുകൊണ്ടാണ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഭയന്നിരുന്നത്? യഥാർത്ഥ സിനിമയോട് എത്രത്തോളം കൂറു പുലർത്തി ജനനായകൻ? സിനിമ അടിമുടി വിജയ് ആരാധകർക്ക് വലിയ ട്രീറ്റ് ആണോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത്. ആദ്യം തന്നെ ഈ സിനിമ അതായത് ജനനായകൻ എന്ന് പറയുന്ന വിജയുടെ സിനിമ വിജയ് ആരാധകർക്ക് ഒരു വലിയ ദിവാലി തന്നെയാണ്. തുടക്കം തന്നെ പറഞ്ഞു വെക്കട്ടെ. ഒരു ശരാശരി വിജയ് ആരാധകനെ പോലും ആവേശത്തിലാഴ്ത്തുന്ന എല്ലാം ഈ സിനിമയിൽ വിനോദ് എന്ന് പറയുന്ന സംവിധായകൻ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. സിനിമയിൽ ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്നത് മുതൽ, മുഖ്യമന്ത്രി വിജയ് എന്ന് എഴുതി കാണിക്കുന്നത് മുതൽ, ടി.വി.കെ റഫറൻസുകൾ മുതൽ അങ്ങ് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അടിമുടി വിജയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. ഇനി സിനിമ പങ്കുവെക്കുന്ന പൊളിറ്റിക്സിലേക്ക് വരാം. ടി.വി.കെ എന്ന് പറയുന്ന സ്വന്തം പാർട്ടിയുടെ എന്താണ് ആ ലക്ഷ്യം എന്ന് ആ സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. രക്ഷകൻ കഥാപാത്രമായാണ് നമ്മൾ പലപ്പോഴും വിജയെ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ അവസാന ചിത്രം എന്ന് പറഞ്ഞ് ഇപ്പോൾ തിയേറ്ററിൽ എത്തിയിരിക്കുന്ന ഈ സിനിമയിലും തമിഴ്നാടിനെ രക്ഷിക്കാൻ വരുന്ന ഒരു രക്ഷകനായി തന്നെയാണ് ദളപതിയെ അവതരിപ്പിച്ചിട്ടുള്ളത്. ദളപതി വെട്രിക്കൊണ്ടൻ എന്ന് പറയുന്ന വിജയുടെ പേര് മുതൽ ഒപ്പം പല രീതിയിലുള്ള അംബേദ്കറിന്റെ ഡയലോഗുകൾ, എം.ജി.ആറിന്റെ ഡയലോഗുകൾ, അങ്ങനെ തുടങ്ങി എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ വിജയുടെ പാർട്ടിയുമായി കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വിജയ് ഇലക്ഷൻ സമയത്തൊക്കെ പറഞ്ഞിരുന്ന പലതും നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ഇതിലൊരു സീനിൽ ഒരു ഇടിരംഗം മറന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ വലിയ റൗഡികളോട് ചോട്ടാ റൗഡിമാർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളെ കൂടി ഒന്ന് ഞങ്ങൾ പറയുന്നത് കൂടിയൊക്കെ ഇടയ്ക്ക് കേൾക്കണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ സ്റ്റാലിൻ, ഈ ജെൻസി പിള്ളേര് മാത്രമാണ് ഈ വിജയുടെ ഒപ്പം ഉള്ളൂ, വോട്ടില്ലാത്ത പിന്നെ കുറച്ച് പിള്ളേരൊക്കെയാണ് ഉള്ളൂ എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തിയത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മറ്റൊരു രീതിയിൽ ഈ പടത്തിൽ വിമർശിക്കുന്നുണ്ട്. അങ്ങനെ പല രാഷ്ട്രീയ പാർട്ടികളെ, തമിഴ്നാട്ടിലെ ഇതിനു മുന്നേ വന്നിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ പല രീതിയിൽ ഈ സിനിമ വിമർശിച്ചു പോകുന്നുണ്ട്. രാഷ്ട്രീയക്കാർ മുഴുവൻ കുഴപ്പക്കാരാണ് എന്ന് ഈ സിനിമ പറഞ്ഞ് വെക്കുകയാണ്. ഒപ്പം ഇപ്പോ ഈ തമിഴ്നാടിനെ രക്ഷിക്കാൻ കഴിയുന്നത് എനിക്ക് മാത്രമാണ്, ഈ രക്ഷകന് മാത്രമാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോഴും അത് ടി.വി.ക്കും അത് വിജയ്ക്ക് മാത്രമാണ് എന്ന് ഈ സിനിമ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് അതിങ്ങനെ ഇൻജക്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ആ രീതിയിലാണ് ആ സിനിമ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഈ സിനിമ ഇറങ്ങാതിരിക്കാനും പല രീതിയിലുള്ള പല ശ്രമങ്ങളും ഒക്കെ പലരും നടത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് സിനിമയിലെ ഓരോ സീക്വൻസ് എടുത്തു നോക്കിയാലും ഇന്ന് നമ്മുടെ ഇന്ത്യയിലുടനീളം നേരിടുന്ന പല പ്രശ്നങ്ങളും ഒക്കെ അത് തമിഴ്നാട് എന്ന് പറയുന്ന ആ ഒരു അവരുടെ ആ സംസ്ഥാനത്തിലേക്ക് ഒതുക്കിക്കൊണ്ട് ഇതിനൊക്കെ കാരണക്കാർ പൊളിറ്റീഷ്യന്മാരാണെന്നും ഇതൊക്കെ മാറേണ്ട കാലം വന്നുവെന്നും ഒരു മാറ്റം തമിഴ്നാടിന് ആവശ്യമാണെന്നും ഒക്കെ പറയുന്നതിനോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ വോട്ടർമാരെ എല്ലാ രീതിയിലും ക്യാൻവാസ് ചെയ്യാനും സുഖിപ്പിക്കാനുമുള്ള എല്ലാം അതിൽ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം വിജയ് എന്ന് പറയുന്ന നടന്റെ പ്രൊമോഷൻ കൂടി ആ സിനിമയിൽ നല്ല രീതിയിൽ തന്നെ മെനക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഈ സിനിമ യഥാർത്ഥ സിനിമയോട് അതിന്റെ ഒറിജിനൽ പതിപ്പിനോട് കൂറു പുലർത്തിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ വളരെ പരാജയമായി പോയ കാര്യത്തിൽ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നമുക്കറിയാം, ഭഗവന്ത് കേസരി എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവി, അതായത് നമ്മുടെ നന്ദമൂരി ബാലയ്യയുടെ പടമുണ്ടല്ലോ, ആ സിനിമയുടെ റിമേക്ക് ആണ് സത്യത്തിൽ ഈ സിനിമ. വിനോദ് ഇത് റിമേക്ക് ഒന്നും അല്ല എന്നൊക്കെ ഒരു ഘട്ടത്തിൽ പറഞ്ഞതൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. ആ സിനിമയുടെ അതേ ഈച്ചപ്പതിപ്പാണ്. പക്ഷേ ഈ പറയുന്ന ബാലയ്യയുടെ സിനിമ വളരെ വേഗതയിൽ പോകുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷേ തമിഴിൽ ഈ സിനിമ എടുത്തു കഴിഞ്ഞപ്പോൾ വേഗത അത്ര കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, സിനിമ യഥാർത്ഥ സിനിമയോട് ഓടി കിതച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അത് വിനോദിന് കൊടുക്കുകയാണ്. കാരണം വിനോദ് തമിഴിൽ വലിയ വലിയ പടക്കങ്ങൾ പൊട്ടിച്ചിട്ടുള്ള വലിയ താരങ്ങൾ, അജിത്ത് അടക്കമുള്ള താരങ്ങൾ വെച്ച് സിനിമ ചെയ്ത് വലിയ പടക്കങ്ങൾ പൊട്ടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇത് ഈ വിജയുടെ അവസാന ചിത്രം ചെയ്യാൻ പോകുന്നതെന്ന് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്കും ഒരു പേടിയുണ്ടായിരുന്നു. കാരണം ഇതൊരു ബോംബായിരിക്കും എന്നുള്ളത്. ഇതൊരു വലിയ ബോംബ് എന്നൊന്നും പറയുന്നില്ല, പക്ഷെ ഒരു അരട ബോംബാണെന്ന് പറയേണ്ടതുണ്ട്. കാരണം വിജയ് എന്ന് പറയുന്ന ആ നടന്റെ ആക്ഷൻ, ഡാൻസ്, അതുപോലെ തന്നെ ഈ അനിരുദ്ധിന്റെ BGM ഇതൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ സത്യത്തിൽ ഇതൊരു നനഞ്ഞ ഓലപ്പടക്കമായി മാറുമായിരുന്നു. പല ഭാഗങ്ങളിലും ഒരു 3 മണിക്കൂർ ദൈർഘ്യമുണ്ട് സിനിമയ്ക്ക്. പല ഭാഗങ്ങളിലും സിനിമ തളർന്നു പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. വിനോദിന്റെ സ്ഥിരം ശൈലിയിലുള്ള സംവിധാനം സിനിമയ്ക്ക് വലിയ രീതിയിൽ തന്നെ ദോഷം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പടം കണ്ടപ്പോൾ തോന്നിയത്. പക്ഷേ വിജയ് ആരാധകർക്ക് കൈയടിച്ച് വിസിലടിച്ച് ആഘോഷമാക്കാനായിട്ടുള്ള എല്ലാം ഒരു വിജയ് ആരാധകന് വേണ്ട എല്ലാം ഈ സിനിമയിൽ ഉണ്ട് കേട്ടോ. അത് ഞാൻ വീണ്ടും പറയുകയാണ്. പക്ഷെ പൂർണ്ണമായി നമ്മളെ സംതൃപ്തിപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്ര വലിയ സംതൃപ്തിപ്പെടുത്തുന്നൊന്നുമില്ല. പക്ഷെ ഉള്ളിനുള്ളിൽ ഒരു സങ്കടമുണ്ട്. കാരണം വിജയ് എന്ന് പറയുന്ന നടൻ, അദ്ദേഹം ഒരു ക്രൗഡ് പുള്ളറാണ്. അദ്ദേഹത്തിന്റെ സിനിമ എത്ര മോശമാണെങ്കിലും കാണാൻ
വലിയൊരു കുത്തൊഴുക്ക് തന്നെയാണ്. അതാണ് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു കുത്തൊഴുക്കും ഇത്തരത്തിലുള്ള ഒരു ആഘോഷവും ഒക്കെ ഇനി ഉണ്ടാകില്ലല്ലോ. ഇങ്ങനെ ഒരു നടന്റെ ഒരു സിനിമ ഫസ്റ്റ് ഡേ ഇനി പോയി കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു പടമായിരുന്നില്ല വിജയുടെ അവസാന ചിത്രമായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. കുറച്ചുകൂടിയൊക്കെ ഒരു നല്ലൊരു പടം, ഒരു റിമേക്ക് അല്ലാത്തൊരു സിനിമയായിരുന്നു സത്യത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നത് കേട്ടോ. ഞാൻ എന്റെ പേഴ്സണലി എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. ഇനി സിനിമയിൽ ഉള്ള ആളുകളുടെ അഭിനയം, വിജയ് നല്ല, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. മൂപ്പരുടെ ഈ പ്രേക്ഷകരെയൊക്കെ നല്ല രീതിയിൽ തന്നെ ആവേശത്തിലാഴ്ത്താൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും അമിതാ ബൈജുവിന്റെ കഥാപാത്രം സത്യത്തിൽ ഒരു വലിയ പരാജയമായി പോയി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതെന്താണ് എനിക്ക് അങ്ങനെ തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതിന്റെ ഒറിജിനൽ പതിപ്പ് നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. 2023 ഈ സിനിമ, ഈ ഭഗവന്ത് കേസരി എന്ന് പറഞ്ഞ സിനിമ റിലീസാവുന്നത്. ആ സിനിമയിൽ ശ്രീലീല ചെയ്തിട്ടുള്ള കഥാപാത്രത്തെയാണ് മമിത ഇതിൽ അവതരിപ്പിക്കുന്നത്. ശ്രീലീല അതിഗംഭീരമായി ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രത്തെ മമിത ബൈജുവിന്റെ കയ്യിലെത്തുമ്പോൾ മമിതയ്ക്ക് ആ ശ്രീലീലയുടെ ആ ഒരു കഥാപാത്രത്തിന്റെ അഭിനയത്തിനൊപ്പം എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ക്ലൈമാക്സിൽ കൈയടി നല്ല രീതിയിൽ തന്നെ മേടിച്ചു കൂട്ടുന്നുണ്ട് മമിത ബൈജു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് ഈ ശ്രീലീലയുടെയും മമിതയുടെയും താരതമ്യം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ശ്രീലീല വേറെ ലെവലാണ്, അത് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും മമിത തന്നാൽ പറ്റുന്ന രീതിയിലൊക്കെ അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന് പറയുന്നത് പോലെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബോബി ഡിയോളിനെയൊക്കെ ഒരു വില്ലൻ കഥാപാത്രമായി കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ക്ലൈമാക്സ് രംഗത്തിലൂടെയൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ എവിടേക്കോ ഒരു ലാഗൊക്കെ നമുക്ക് വല്ലാതെ അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. പൂജ ഹെഗ്ഡെയൊക്കെ നായികയായിട്ട് എത്തിയിട്ട് പൂജയ്ക്കൊന്നും കാര്യമായിട്ട് ഒരു എന്താ പറയുക, ഒരു കഥാപാത്രത്തെ നല്ലൊരു കഥാപാത്രം എന്നൊന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ച് പെർഫോം ചെയ്യുന്ന ഒരു കഥാപാത്രമാണെന്നൊന്നും പറയാൻ പറ്റില്ല. നടിയുണ്ടോ എന്ന് വെച്ചാൽ നടിയുണ്ട്. ആരാണ് പൂജ ഹെഗ്ഡെ എന്ന് നമുക്ക് പറയാം, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ സിനിമയിലെ BGM അതിഗംഭീരമാണ് കേട്ടോ. സിനിമ താന്നു പോകുമ്പോഴൊക്കെ അനിരുദ്ധ് നന്നായിട്ട് അടിച്ച് നല്ല BGM ഒക്കെ കയറ്റി വിട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് എന്തായാലും അവസാന ചിത്രമാണല്ലോ, ഈ സിനിമയിൽ ഏതെങ്കിലും ഒരു വലിയ കുറച്ച് താരങ്ങളെയൊക്കെ ഒരു ഗസ്റ്റ് റോളിലൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു ആവേശമൊക്കെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ സിനിമയുടെ ക്ലൈമാക്സ് രംഗത്തിൽ കുറച്ച് ഇദ്ദേഹത്തിന്റെ തന്നെ ചില പ്രധാനപ്പെട്ട കുറച്ച് ഡയറക്ടേഴ്സിനെ കൊണ്ടുവരുന്നുണ്ട്, നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും കുറച്ച് ആളുകളെയൊക്കെ ഇതിനിടയിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. പ്രകാശ് രാജിന്റെ വില്ലൻ കഥാപാത്രവും എടുത്തു പറയേണ്ടതാണ്. അത് നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഒരു എന്താ പറയുക, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയിട്ടുള്ള ഒരു ഫീലൊക്കെയാണ് എനിക്ക് ഈ സിനിമ പേഴ്സണലി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എന്നാൽ ഒരു പ്രാവശ്യം നമുക്ക് തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു പക്ഷേ ഇതിന്റെ ആദ്യ പതിപ്പ് യഥാർത്ഥ ഒറിജിനൽ കണ്ടതുകൊണ്ടായിരിക്കാം എനിക്ക് ഇതിന്റെ റിമേക്ക് പതിപ്പ് കണ്ടപ്പോൾ അത്ര വലിയ ആവേശം തോന്നാഞ്ഞത്. കാരണം അതങ്ങനെയാണല്ലോ പൊതുവെ സംഭവിക്കാറ്. ഇനി ഒരു കാര്യം കൂടി ഈ സിനിമ നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വെക്കുന്നുണ്ട്. ഈ പല ആളുകളും സിനിമയെ പറ്റി നെഗറ്റീവ് പറയുന്നതുകൊണ്ടാണ് പല സിനിമകളൊന്നും തിയേറ്ററിൽ ഓടാത്തത്. സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നെഗറ്റീവ് പറയാൻ കുറെ ആളുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ആരും തിയേറ്ററിലേക്ക് പോകുന്നില്ല എന്നുള്ള ആളുകളുടെയൊക്കെ അത്തരം അവകാശവാദം ഉന്നയിക്കുന്ന ആളുകളുടെ കണ്ണാക്കി കയറി വെടിപൊട്ടിക്കുന്ന ഒരു കളക്ഷൻ ആയിരിക്കും ജനനായകന്റെ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. HD പ്രിന്റ് അടക്കം ഈ സിനിമയുടെ പുറത്തിറങ്ങിയതാണ്. അതുപോലെ തന്നെ ഈ സിനിമ ലീക്കായ ഒരു സിനിമയാണ്, എല്ലാവർക്കും അറിയാമല്ലോ. എന്നിട്ടും ഈ സിനിമ മണിക്കൂറിൽ എത്ര അധികം ആളുകളാണ് ബുക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മാത്രമല്ല എല്ലാ തിയേറ്ററുകളിലും വളരെ കുത്തൊഴുക്കാണ് സിനിമ കാണാൻ വേണ്ടി. അപ്പോ ഈ പറയുന്ന നെഗറ്റീവ് റിവ്യൂകളൊന്നും ആരെയും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരാള് തങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാള് ഒരു സിനിമ കണ്ട അനുഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് മറ്റുള്ളവരുടെ കൂടി അഭിപ്രായമായി മാറുക. അപ്പൊ ഞാൻ എനിക്ക് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. നിങ്ങളുടെ അടുത്ത് ഞാൻ സിനിമ കാണാൻ പോകണ്ട എന്നാണ് പറയുന്നത്. അല്ല, എനിക്ക് കണ്ടപ്പോൾ അനുഭവപ്പെട്ടതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒപ്പം നിങ്ങൾ പോയി സിനിമ പോയി കാണുക. ഒരു പക്ഷെ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാകാം, പക്ഷെ അഭിപ്രായം പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. ഇനി ജനനായകൻ സിനിമ നിങ്ങളും തിയേറ്ററിൽ പോയി കണ്ടതാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.